കുഞ്ഞിനെ കിട്ടാൻ നോമ്പും വ്രതവും നോറ്റ് 100,000 ചികിത്സകളുമായി കഴിയുന്ന നിരവധി ദമ്പതികളുണ്ട്. അവരെല്ലാം നെഞ്ചത്തു കൈവച്ച് മനമുരുകി ശപിക്കുകയാണ് ഇപ്പോൾ അശ്വതി എന്ന ഈ സ്ത്രീയെ. നൊന്തുപെറ്റ കുഞ്ഞിനെ കൈയും കാലും ഉറയ്ക്കും മുമ്പ് കൊന്നുകളയാൻ തോന്നിയ ആ സ്ത്രീ ഇനി ജീവിച്ചിരിക്കരുതെന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് വാമനപുരം കണിച്ചോട് 1 വയസ്സ് മാത്രം പ്രായമുള്ള പവിത്ര എന്ന കുഞ്ഞുമോളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സുകാരിയായ അശ്വതി എന്ന ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ തുണി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തുണി വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. റിമാൻഡ് ചെയ്ത അശ്വതിയെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇവർ ആത്മഹത്യയ്ക്കും ശ്രമിക്കുകയായിരുന്നു. കുഞ്ഞിനുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഓട്ടിസം ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയവുമാണ് അശ്വതിയെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. ഏറെ നാളായി തീവ്രമായ വിഷാദരോഗത്തിന് ഇവർ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ 12-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഫാനിൽ തൂങ്ങി മരിക്കാൻ അശ്വതി ശ്രമിച്ചെങ്കിലും ഫാൻ തകർന്നു വീണതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. മുൻപും 1-ലധികം തവണ ഇവർ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഇന്നലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ മേശയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ചിരുന്ന വിഷദ്രാവകം കുടിക്കുവാൻ അശ്വതി ശ്രമിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ഇടപെട്ട് ഇത് പിടിച്ചു വാങ്ങിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അശ്വതിയുടെ അമ്മ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കട്ടിലിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. വാമനപുരത്തെ വീട്ടിലെത്തിച്ച കുഞ്ഞ് പവിത്രയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവ് സുഭാഷിന്റെ നാടായ പറണ്ടോട് മീനാങ്കലിലാണ് സംസ്കരിച്ചത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഒരമ്മ തന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും വാമനപുരം ഗ്രാമം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണിച്ചോട് സ്വദേശികളായ അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകളായിരുന്നു പവിത്ര. വാമനപുരത്ത് 1 വയസ്സുകാരി പവിത്രയെ അമ്മ അശ്വതി കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ആസൂത്രിതമായെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിനെ കഴുത്തുഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതാണെന്ന് അശ്വതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പറണ്ടോട് മീനാങ്കലിലെ ഭർത്താവിന്റെ വീട്ടിലായിരുന്ന അശ്വതി 3 ദിവസം മുൻപാണ് കുഞ്ഞുമായി വാമനപുരത്തെ സ്വന്തം വീട്ടിലെത്തിയത്. ഭർത്താവിന്റെ വീട്ടുകാർ ക്ഷേത്ര ദർശനത്തിന് പോയ ഒഴിവിലായിരുന്നു ഈ യാത്ര. സംഭവ ദിവസം വൈകിട്ട് അശ്വതിയുടെ അമ്മ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. പവിത്ര ഉറങ്ങുകയാണെന്നാണ് അമ്മ ആദ്യം കരുതിയത്. എന്നാൽ എത്ര വിളിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഉടൻ കാരേറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലും കണ്ട പാടുകളാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരവും പുറത്തു വന്നത്. അശ്വതിക്ക് 8 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട്. 2ാമത്തെ പ്രസവം കഴിഞ്ഞതു മുതൽ അശ്വതി ആരോടും സംസാരിക്കാറില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കടുത്ത മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ഇവർക്ക് കുഞ്ഞിനോട് താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പെരുമാറ്റവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.